ലക്ഷ്മീനിവാസ നിരവധ്യ ഗുണൈക സിന്ധോ സംസാരസാഗര സമുത്തരണൈക സിന്ധോ വേദാന്തവേദ്യ നിജവൈഭവ ഭക്തഭോഗ്യ ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. പണ്ട് കന്യഗർഗൻ എന്ന് പറഞ്ഞിട്ട് ഒരു തപസി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സങ്കല്പ സൃഷ്ടി കൊണ്ട് തന്നെ ഒരു കന്യകയെ സൃഷ്ടിച്ചു. ആ സുന്ദരി പിതാവിനോടൊപ്പം ആശ്രമത്തിൽ തന്നെ നിന്ന് വളർന്ന് വലുതായി. അതിസുന്ദരിയ. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കന്യഗർഗൻ വൃദ്ധനായി. വാർദ്ധക്യം കാരണം ശരീരഗതിയെ വിട്ടിട്ട് പരഗതിയെ പ്രാപിക്കുകയും ചെയ്തു. കന്യക ഒറ്റയ്ക്കായി. അവളും തപസ്സങ്ങനെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നു. പലരും വിവാഹത്തിനൊക്കെ വന്നു. തന്നെ വിവാഹം കഴിക്കാൻ തക്കവണ്ണം ഒരു പുരുഷൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നാണ് അവളുടെ മനസ്സ്. അവൾ അതുകൊണ്ട് ആരെയും വിവാഹം കഴിക്കേണ്ടായില്ല. എപ്പോഴും തപനിഷ്ഠയാണ്. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു. അവളെയും വാർദ്ധക്യം വന്ന് അടുത്തു. വാർദ്ധക്യം അടുക്കുമ്പോൾ പരലോക യാത്രയ്ക്കുള്ള ഏർപ്പാടാണ് നമ്മൾ ചെയ്യേണ്ടത്. വാർദ്ധക്യകാലത്ത് പിന്നെയും ഒരേ ആശകളും അത് വേണം ഇത് വേണം എന്നുള്ളതൊക്കെ വിട്ടിട്ട് പരഗതി പ്രാപിക്കാൻ ഉള്ള ചിന്തകളാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അങ്ങനെ ഈ കന്യകയും പരഗതി പ്രാപിക്കാൻ തയ്യാറാവുക. ഈ സമയത്ത് നാരദ മഹർഷി ഈ കന്യകയെ സഹായിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നെത്തി. പരമജ്ഞാനം കൊണ്ട് കൈവല്യത്തെ പ്രാപിക്കാത്ത സ്ത്രീകൾക്ക് മരണാനന്തരം ഭർത്ത് ലോകാണ് ഗതി എന്ന് നാരദൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ലോകത്തിലെ ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് വേണേ, അതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കർമ്മഫലം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവരുടെ ഗതി എന്താന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് നാരദൻ ചോദിക്കുകയുണ്ടായി. ഞാൻ ഈ ദാമ്പത്യം എന്നുള്ള കടമ്പ കടന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കും ഭർത്തൃലോകഗതി ഉണ്ടാവുക, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള കുണ്ഠിതം. തപശക്തിയല്ലാണ്ട് താനൊന്നും സമ്പാദിച്ചിട്ടില്ല. മറുപടി പറയാൻ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താ വഴി എന്ന് ആലോചിക്കേ. തൻ്റെ കയ്യിലുള്ള തപശക്തി കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഗാലവൻ്റെ പുത്രൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു ദിവസത്തെ ദാമ്പത്യം എൻ്റെ കൂടെ കഴിയുകയാണെങ്കിൽ എൻ്റെ തപശക്തിയുടെ പകുതി തനിക്ക് തരാമെന്ന്. വലിയ താപസ്യ, പകുതിയാ. ചെറിയൊരു ഭാഗം കിട്ടിയാൽ തന്നെ സ്വർലോക. ഗാലവൻ്റെ മോൻ ശരിയെന്ന് സമ്മതിച്ചു. തൻ്റെ കയ്യിലുള്ള ധാരാളം തപശക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ കന്യക ഒരു രാത്രിക്ക് വേണ്ടി മാത്രം സുന്ദരിയായിട്ട് മാറി. അങ്ങനെ ദാമ്പത്യ സുഖമൊക്കെ അനുഭവിച്ച് അവൾ സ്വർലോകഗതി പ്രാപിച്ചു. ആ സ്ഥലത്തിൻ്റെ പേരാണ് വൃദ്ധകന്യാതീർത്ഥം. ബലരാമൻ അവിടെ വച്ചിട്ടാണ് അറിയണത് മഹാഭാരത യുദ്ധത്തിൽ അവസാനത്തെ സേനാനായകനായ ശല്യനും അതാ വീണു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഋഷികൾ കുരുക്ഷേത്രത്തിൻ്റെ മഹിമയും സാമന്തക പഞ്ചതീർത്ഥത്തിൻ്റെ മഹിമയൊക്കെ ബലരാമന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. പണ്ട് കുരു ചക്രവർത്തി ഒരു കാടങ്ങോട്ട് വെട്ടി തെളിയിച്ചിട്ട് അവിടെ കൃഷി ചെയ്ത് കണക്കില്ലാണ്ട് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ സ്ഥലത്തിന് കുരുക്ഷേത്രം എന്ന് പേരും വീണു. അപ്പോൾ ചക്രവർത്തിക്കൊരാഗ്രഹം, ഇവിടെ വെച്ച് മരിക്കുന്നവർക്കൊക്കെ സ്വർഗഗതി കിട്ടണം. ഉടനെ കുറേ ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തി തപസ് ആരംഭിച്ചു. ഇന്ദ്രന് കുരുചക്രവർത്തിയുടെ ഈ ആഗ്രഹം ഒരുതരം ചിത്തഭ്രമായിട്ടാണ് തോന്നിയത്. വലിയ കാര്യമൊന്നും ആക്കിയില്ല. മറ്റുള്ള ദേവന്മാരോടൊക്കെ കുരു കാണിക്കണ ഈ ഭ്രാന്തിനെ പറ്റിയിട്ട് പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യണ്ടായി. പക്ഷെ കുരു നിർത്തണില്ല. വളരെ കാലമായിട്ട് ഈ തപസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇത്തിരി ഗൗരവമുള്ള കാര്യമാണല്ലോ എന്നായി ഇന്ദ്രൻ. ഇവിടെ വന്ന് മരിച്ചവർക്കൊക്കെ സ്വർലോകപ്രാപ്തിയാണ് കുരു ആഗ്രഹിക്കണത്. അത് നടപ്പുള്ള കാര്യമാണോ? അവിടെ വന്ന ആളിൽ മരിക്കണവരെ മുഴുവൻ സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തെ സ്ഥിതി എന്താവും? അത് പറ്റില്ല. ഇനി ഇവിടെ വന്ന് മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യന്മാരെന്ത് ചെയ്യും?
അങ്ങോട്ട് കെട്ടി വലിഞ്ഞു വന്ന് അവിടെ വന്ന് മരിക്കും. ഇത് മുഴുവൻ സ്വർഗത്തിലേക്ക് എടുക്കേണ്ടി വരും. അതിന് എന്തെങ്കിലും ഒരു ഉപായം വേണമല്ലോ. ഇന്ദ്രൻ നേരെ കുരു ചക്രവർത്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചക്രവർത്തിയോട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങക്ക് ആ വരം അങ്ങോട്ട് തരാം. കുരുവിന് സന്തോഷമായി. അപ്പോൾ ഇന്ദ്രൻ കൊടുത്ത വരം എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇവിടെ വന്ന് മരിക്കുന്ന രോഗികൾക്കും ഇവിടെ യുദ്ധം ചെയ്ത് മരിക്കുന്ന പടയാളികൾക്കും സ്വർഗപ്രാപ്തി ഉണ്ടാവട്ടെ എന്നായിരുന്നു വരം. അത് കുരുവിന് വലിയ തൃപ്തിയായില്ല. പക്ഷെ എന്താ ചെയ്യുക? ഇന്ദ്രനെ ദേഷ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇന്ദ്രനും സന്തോഷിക്കട്ടെ എന്നും പറഞ്ഞ് ആ വരം ഏറ്റുവാങ്ങി. അതുകൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്ത് മരിക്കുന്നവർക്ക് വീരസ്വർഗം കിട്ടും. അതനുസരിച്ച് ആ രാജഋഷി തൻ്റെ തപസ്സൊക്കെ അവസാനിപ്പിച്ചു. മഹാഭാരത യുദ്ധം ഏതാണ്ട് അവസാനിക്കാറായിരിക്കണു. അവസാനത്തെ സേനാനായകനായ ശല്യനും വീണ് കഴിഞ്ഞു. ഇനി ബാക്കി കൃപാചാര്യൻ, കൃതവർമ്മൻ, അശ്വത്ഥാമാവ് ഉള്ളൂ. പിന്നെ ദുര്യോധനൻ ഉണ്ട്. പിതാമഹൻ ശരശയ്യയിലും കിടപ്പുണ്ട്. ഇത്ര പേരെ ഇനി അവശേഷിച്ചിട്ടുള്ളൂ. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മൗനാനുവാദം, ശകുനിയുടെ കപടബുദ്ധി, കള്ളച്ചൂത്, ദുര്യോധനൻ്റെ അതിമോഹം, ചേട്ടാനുജന്മാർ തമ്മിൽ തല്ലൂടി അവസാനം യുദ്ധത്തിൽ എല്ലാവരും നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ പാണ്ഡവർ എന്താ ചെയ്യാൻ പോണത്? ദുര്യോധനനെയും കൂടി യുദ്ധത്തിൽ തോൽപ്പിച്ച് രാജ്യം പിടിച്ചടക്കിയതായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇതാണ് ഇവിടെ വരെ കൊണ്ടെത്തി. ശരി, ഒരുപാട് നാളായി നാട് വിട്ടിട്ട് പല പല തീർത്ഥങ്ങളുമൊക്കെ സ്നാനം ചെയ്യേണ്ടായി. അനുജൻ അവിടെ പാണ്ഡവന്മാരെ സഹായിച്ച് അവിടെ കൂടെ തന്നെ ഉണ്ട്. അവിടെ ഒന്ന് പോകണം, അനുജനെ കാണണം എന്നിങ്ങനെ മനസ്സിൽ നിരൂപിച്ച് ബലരാമൻ തൻ്റെ കൂടെ അനുഗമിച്ചിരുന്ന എല്ലാ മഹർഷിമാരെയും വേണ്ട സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് യാത്ര അയച്ചിട്ട് നേരെ കുരുക്ഷേത്ര ഭൂമിയിലേക്കാണ് വന്നത്. അവിടെ എത്തിയ ബലരാമനെ ശ്രീകൃഷ്ണനും പാണ്ഡവരും ഉപചരിച്ചിരുത്തി നടന്ന കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഇനി ദുര്യോധനും ഭീമനും കൂടിയിട്ട് ഗദായുദ്ധം നടത്താൻ പോണു എന്നുള്ള വിവരം വരെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബലരാമൻ പറഞ്ഞു, യുദ്ധം ഇവിടെ വെച്ച് വേണ്ട, സാമന്തക പഞ്ചതീർത്ഥത്തിലാണ് നല്ലത്. അവിടെ അതിന് പറ്റിയ സൗകര്യമുള്ള സ്ഥലമുണ്ട്. അതുമാത്രമല്ല, അവിടെ വെച്ച് മരിച്ചു വീഴുന്ന യോദ്ധാവിന് സ്വർഗപ്രാപ്തി നിശ്ചയ. അതുകൊണ്ട് യുദ്ധം അങ്ങോട്ട് മാറ്റൂ എന്ന് പറഞ്ഞു. ബലരാമൻ്റെ അഭിപ്രായത്തിന് എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ സാമന്തക പഞ്ചതീർത്ഥത്തിൽ വെച്ച് ഭീമനും ദുര്യോധനനും തമ്മിലുള്ള ഗദായുദ്ധത്തിന് ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് നീങ്ങി. എല്ലാവർക്കും ഭഗവാൻ എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും നൽകി സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള വരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.